സാഹചര്യത്തിനനുസരിച്ച് മാറും. ഒരു സിനിമ പണ്ടെപ്പോഴോ ഞാൻ കണ്ടത് ഓർക്കുന്നു. നിങ്ങൾക്ക് സിനിമ കാണുന്നവരാണോ? ആ സിനിമയ്ക്കകത്ത് സലീം കുമാർ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം. സലീം കുമാർ ഒരു ഹാസ്യ നടനാണ്. ആ സിനിമയിൽ ഇദ്ദേഹം ഒരു ഭ്രാന്തനാണ്. ഈ ഭ്രാന്തൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾക്ക് എപ്പോഴും തമാശ പറയണം. പക്ഷെ തമാശ എപ്പോഴും ഒരേ തമാശയാണ്. അപ്പം അയാൾക്കൊരു 10 തമാശ അറിയാം. ഈ ഡോക്ടറെ കാണുമ്പോഴൊക്കെ ഇയാൾ ഈ തമാശ പറയും. അപ്പോൾ ഡോക്ടറിന് അങ്ങ് പൊറുതി മുട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി നീ തമാശ പറയണ്ട, 1, 2, 3 എന്ന് പറഞ്ഞാൽ മതി. 10ാമത്തെ തമാശയാണെങ്കിൽ 10 എന്ന് പറയണം, അപ്പം ഞാൻ ചിരിച്ചോളാം എന്ന് പറഞ്ഞു. ഡോക്ടറിനും സന്തോഷം, സലീം കുമാരൻ അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിനും സന്തോഷം. ഇപ്പം ഞാനിവിടെ ഈ വേദപുസ്തകത്തിൽ, നമ്മുടെ വേദപുസ്തകത്തിലുള്ള ഏത് ഭാഗം പറഞ്ഞാലും ഒരു 3 പോയിന്റ് ഇങ്ങോട്ട് പറയാൻ കാണത്തില്ലേ? കാണും അല്ലേ? സക്കായി കുറിയവനായിരുന്നു, മനുഷ്യൻ മൂലം കാണാൻ കഴിഞ്ഞില്ല, കാട്ടത്തിമരത്തിൽ കയറി അല്ലേ, സമ്പൂർണ്ണമായ രൂപാന്തരം പ്രാപിച്ചു, ദൈവം സക്കായിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പെട്ടെന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പം നമ്മൾ കേൾക്കാത്തതൊന്നും അല്ല നമ്മുടെ പ്രശ്നം, ആണോ? അല്ല. ഇന്ന് ഈ ലോകം, നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ എനിക്ക് ഈയിടെയായി തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ലോകം മാറി, നമ്മളത് പതുക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. എന്തൊരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എപ്പോഴും നമ്മൾ വാർത്തകളിലാണ് അല്ലേ? വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെ? വാർത്തകളാണ് ഇന്ന് നമ്മളെ നയിക്കുന്നത്. നേരത്തെ നമ്മൾ പറയും വാർത്തകൾ എന്ന് പറയുന്നത് വസ്തുതകളാണെന്ന് പറയും, വസ്തുതകൾ അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് വാർത്തകൾ വസ്തുതകളാവണമെന്ന് ഇല്ല, വളച്ചൊടിക്കുന്ന വാർത്തകൾ, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വാർത്തയ്ക്കുള്ളിൽ ഇടം പിടിക്കുവാനായി എന്തും കാണിച്ചു കൂട്ടാൻ തയ്യാറുള്ളൊരു ലോകം. വൈറലാവുക കേട്ടിട്ടുണ്ടോ അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ഒരു രാവിലെ കുറേ ജോലി ചെയ്തതിൻ്റെ കാര്യം എൻ്റെ ഒരു സഹപ്രവർത്തകയോട് പറഞ്ഞപ്പോൾ കേട്ടു നിന്നൊരു പയ്യൻ എന്നോട് പറഞ്ഞു, ഇത്രയും കാര്യം മിസ് രാവിലെ ചെയ്തോ? ഒരു റീൽ എടുക്കാൻ വയ്യായിരുന്നോ? വൈറലായേനെ. അപ്പോൾ വൈറലാവുന്നതാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചൊരു വലിയ കാര്യമെന്ന് കരുതുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. ഇനി പണ്ട് നമ്മൾ അഭിപ്രായം പറയല്ലേ? നമ്മൾ എവിടെ ഇരുന്ന് അഭിപ്രായം പറയുന്നത്? നമ്മുടെ വീട്ടിൽ ഇരുന്ന് അഭിപ്രായം പറയും. നമ്മുടെ വീട്ടിലുള്ളവർ കേൾക്കുന്നു, അവർ മറിച്ച് ഇങ്ങോട്ടൊരു അഭിപ്രായം പറയുന്നു, അവിടെ കൊണ്ട് അഭിപ്രായ പ്രകടനം കഴിഞ്ഞു. ഇന്ന് അഭിപ്രായങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലാണ് പറയുന്നത്. നമുക്ക് തോന്നുന്നത് എന്തും പോയിരുന്നങ്ങ് പറയും. ആർക്ക് വേദനിക്കുന്നു, ആർക്ക് വിഷമം വരുന്നു, ആർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു, ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നേയില്ല. അപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ കേട്ടിട്ടില്ലാത്ത അല്ലെ വളരെ പരിചയമില്ലാത്ത കുറേ വാക്കുകൾ. സൈബർ ബുള്ളിങ് അല്ലേ? സൈബർ ബുള്ളിങ്. പണ്ട് നമുക്ക് അടിയും ഇടിയും ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പം ടൈപ്പ് ചെയ്ത് മനുഷ്യരെ ദ്രോഹിക്കുകയാണ് എങ്ങനെയും അല്ലേ? സ്വഭാവത്തെ പറ്റിയുള്ള മോശമായ പരാമർശങ്ങൾ നടത്തുന്നു. മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചു. നമ്മളിപ്പോഴും ഓടിയെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മളുടെ വിചാരങ്ങളായിരുന്ന കുടുംബം എന്ന വ്യവസ്ഥ അല്ലെങ്കിൽ വ്യവസ്ഥിതിക്ക് മാറ്റം വന്നത് നമ്മൾ അറിയുന്നുണ്ടോ? ഇന്ന് കുടുംബത്തിലെ ഇക്വേഷൻസ് ഒക്കെ മാറി അല്ലേ? ഞാൻ എപ്പോഴും പറയും, പണ്ട് പപ്പ എന്ന് പറയുമ്പം പപ്പ അല്ലേ, അപ്പൻ അമ്മ അങ്ങനെയാണ്. ഇപ്പോൾ ബ്രോ, ഡ്യൂഡ് അങ്ങനെയൊക്കെ വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം അപ്പൻ അമ്മ എന്നുള്ളതൊക്കെ മാറി എല്ലാവരും സ്നേഹിതരെ പോലെ ആയി. അതൊരു നല്ല മാറ്റമാണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത് നല്ലൊരു മാറ്റം തന്നെ ആയിരിക്കാം. പക്ഷേ ചിലതൊക്കെ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ചിലർ അമ്മമാരായിരിക്കാം, ചിലർ അമ്മമാരല്ല ആൻറ്റിമാരായിരിക്കാം, അമ്മച്ചിമാരായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭവനത്തിലെ ഏക സ്ത്രീ നിങ്ങൾ മാത്രമായിരിക്കാം. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും പണ്ടത്തെ സമൂഹത്തിൽ നോക്കിയാലും, ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു റോൾ മോഡൽസ് ആരാണെന്ന് ചോദിച്ചാൽ അത് അപ്പനും അമ്മയും എന്ന് പറയുന്ന കുട്ടിയോട് അച്ഛനൊരു സ്നേഹം തോന്നിയതായിട്ടാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞല്ലോ. അവരുടെ അപ്പനും അമ്മയും ആരാണെന്ന് അറിഞ്ഞിട്ടില്ല, എന്നാൽ സ്വന്തം അപ്പനിലും അമ്മയിലും റോൾ മോഡൽസിനെ കാണാൻ കഴിയുന്നവർ
ഈ ലോകത്തുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു പ്രതീക്ഷ നൽകുന്ന വസ്തുതയാണ്. അടുത്തിടയ്ക്ക് വായിച്ച 2 പുസ്തകങ്ങൾ ഞാനൊന്ന് പറഞ്ഞോളട്ടെ. ഒന്ന് നിങ്ങളൊക്കെ വായിച്ചു കാണും, കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. അത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഒരു പുസ്തകമാണ്. ബാബു അബ്രഹാം എന്ന ഒരു മനുഷ്യൻ. ഇപ്പോൾ അയാൾ വളരെ ധനികനായ മനുഷ്യനാണ്. അയാളുടെ ജീവിതത്തിൽ അയാൾ വളരെ സക്സസ്ഫുൾ ആയതിനു ശേഷം അയാളുടെ കഷ്ടതകളുടെ ജീവിതത്തെ വരച്ചു കാട്ടുന്ന ഒരു പുസ്തകം. അപ്പൻ ഉത്തരവാദിത്വമില്ലാതെ ജീവിച്ചു. അമ്മയെയും 4 മക്കളെയും ഉപേക്ഷിച്ച് പോയതിനു ശേഷം ആത്മഹത്യ ചെയ്യാനായി ഇറങ്ങിത്തിരിച്ച അമ്മ 4 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് അവർ എന്തോ ഒരു തീരുമാനത്തിൽ മടങ്ങി വന്ന് ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ പോലും കെട്ടുകഥയാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വിവരിച്ചിരിക്കുന്നത്. അമ്മയുടെ സഹോദരങ്ങളിൽ നിന്ന്, അപ്പൻ്റെ സഹോദരങ്ങളിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന കുറേ തിരസ്കാരങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനോടൊപ്പം ബാബു അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അമ്മയാണ് ജീവിതത്തിൽ അയാൾക്ക് ശക്തി നൽകുന്ന സ്രോതസ്. ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് കടപ്പാട് ദൈവത്തോടും അമ്മയോടും മാത്രമാണ്. ഒരു സ്ത്രീ പൊരുതി നേടിക്കൊടുത്ത ജീവിതമാണ് ആ 4 മക്കൾക്കും എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം. ഇതിനോട് ചേർന്ന് തന്നെ വേറെ ഒരു പുസ്തകം, അത് വായിച്ചിട്ടുണ്ടാകുമോ എന്ന് അറിയത്തില്ല, എന്നാൽ അരുന്ധതി റോയ് എന്ന എഴുത്തുകാരി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ആ സ്ത്രീ എഴുതിയ ഒരു പുസ്തകമാണ്, റീസെൻ്റ്ലി എഴുതിയൊരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. അപ്പം അതിനകത്ത് അവരെഴുതിയിരിക്കുന്നത് വളരെ വലിയ ഒരു ബിസിനസ് ലേഡി ആയിരുന്ന, എഴുത്തുകാരിയായിരുന്ന മേരി റോയ്. കോട്ടയത്തുള്ള കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറഞ്ഞ സ്കൂളൊക്കെ മേരി റോയ് ആണ് അതിൻ്റെ സ്ഥാപക. മേരി റോയിയെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അരുന്ധതി റോയ് ജീവിതത്തിൽ വളരെയധികം വിജയിച്ചൊരു സ്ത്രീയാണ്. മേരി റോയും അപ്രകാരം തന്നെയുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ അവർ എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഷീ വാസ് മൈ ഷെൽട്ടർ ആൻഡ് മൈ സ്റ്റോം. അവരെൻ്റെ അഭയവുമായിരുന്നു, കൊടുങ്കാറ്റും ആയിരുന്നു. അമ്മയെപ്പറ്റി എഴുതിയിരിക്കുകയാണ്. ആ പുസ്തകം വായിക്കുമ്പോൾ വളരെ വേദന തോന്നിയ ഒരു കാര്യം, ഒരു സിംഗിൾ മദർ, നേരത്തെ നമ്മൾ പറഞ്ഞ ബാബു അബ്രഹാമിൻ്റെ അമ്മയെ പോലെ തന്നെ ഭർത്താവില്ലാതെ 2 മക്കളെ വളർത്തിയ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അരുന്ധതി റോയിയുടെ വാക്കുകളിൽ കനിവ് അല്പം പോലും ഇല്ല. അവർ പറയുന്നുണ്ട്, അവരുടെ ചെവിയിൽ വീണ്ടും വീണ്ടും കേൾക്കുന്നത് അമ്മ പണ്ട് പറഞ്ഞ ചില വാചകങ്ങളാണ്. എന്താണെന്നറിയാമോ? ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹൗസ്, ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ. നിന്നെ ഒരു അനാഥാലയത്തിലാക്കിയാൽ മതിയായിരുന്നു. വളർത്തി വലുതാക്കി, പക്ഷെ പറഞ്ഞതൊക്കെയും ഇങ്ങനെയാണ്. സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഒരുപക്ഷെ അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടായിരിക്കാം. എന്നാലും ഈ മകൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്നു, അല്ലെങ്കിൽ പറയുന്ന അമ്മയെപ്പറ്റി ഓർത്തെടുക്കാൻ കനിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത ജീവിതം. ഞാനിവിടെ 2 ചിത്രങ്ങളാണ് വരച്ചു കാട്ടുവാനായിട്ട് ശ്രമിച്ചത്. 2ഉം അമ്മമാരാണ്. ഇന്ന് നമ്മൾ ഇത്രയും വനിതകൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ, ഇന്ന് ഈ മാറിയ സമൂഹത്തിൽ, മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ, വെല്ലുവിളികൾ ധാരാളമുള്ള ഈ സമൂഹത്തിൽ എന്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? എന്താകാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? ഇന്ന് സുഹൃത്ത് ബന്ധങ്ങൾ കുറയുന്ന, അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളുടെ ആഴങ്ങൾ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ സുഹൃത്താകാൻ ആയിരിക്കുമോ ഒരു പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? വേദപുസ്തകത്തിൽ നമുക്കറിയാവുന്ന 2 സുഹൃത്തുക്കളുണ്ട്, മറിയയും മാർത്തയും, സഹോദരിമാര് മറിയയും എലിസബത്തും അല്ലേ? പ്രായം കൊണ്ട് വളരെ വളരെ അന്തരമുള്ള 2 സ്ത്രീകളാണ്. ഈ മറിയ ഗർഭിണിയായി, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അപ്പോൾ മറിയ അറിയാണ് എലിസബത്തും ഗർഭിണിയാണ്, തൻ്റെ 6ാം മാസമാണ് ഇപ്പോൾ എന്ന് അറിയുകയാണ്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം വളരെ ശ്രദ്ധേയമാണ്. മറിയ ബന്ധപ്പെട്ട് എലിസബത്തിനെ കാണുവാനായിട്ട് ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ സുഖകരമായ യാത്രയൊന്നുമല്ല, പക്ഷെ അവിടെ ചെല്ലുന്ന മാത്രയിൽ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. പിള്ള എലിസബത്തിൻ്റെ ഗർഭത്തിൽ തുള്ളി. എന്തായിരിക്കാം ഈ മറിയ അവിടെ ചെന്നതിൻ്റെ കാരണം? എന്തിനായിരിക്കാം? എലിസബത്തിനെ നമുക്കറിയാം, വാർദ്ധക്യത്തിലാണ് ഇവർ ഗർഭിണിയാകുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ പോലും നമുക്കത്ര കംഫർട്ടബിളായി സമൂഹത്തോട് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല
വാർദ്ധക്യത്തിൽ ഗർഭിണിയായി എന്നുള്ളത്. ഒരു പക്ഷേ മറിയ ഓർത്ത് കാണും, ഇപ്പോൾ എലിസബത്തിന് എന്നോട് സംസാരിക്കാൻ ഒരാഗ്രഹം കാണുമായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ മറിയ ഓർത്ത് കാണും, ഈ സമയത്ത് അവൾക്കാണ് എന്നെക്കാട്ടിൽ അവശത ഉണ്ടാകുവാനുള്ള സാധ്യത. ഇന്ന് സംസാരിക്കാൻ ആരും ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് തർക്കിക്കരുത്. ഞാൻ ഒരു പറ്റം വിദ്യാർത്ഥികൾ ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോഴും അവരുടെ ഇടയിൽ അവരാരും സംസാരിക്കുന്നില്ല. എല്ലാവരുടെയും കയ്യിൽ ഫോണുകളുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഒരു ഗെയിം കളിക്കുകയാണ്. പക്ഷേ ഇവർ തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ആശയവിനിമയങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു. എന്തായിരിക്കും അതിൻ്റെ റീസൺ? നമുക്ക് പല റീസൺസ് കാണും, അല്ലേ? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ പറയാൻ കാണും. ഭയങ്കര ബിസിയാണ്. പണ്ട് ഹോർലിക്സിൻ്റെ ഒരു പരസ്യം കുഞ്ഞിലെ ഞാൻ കണ്ടത് ഓർക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് 3 വയസ്സുള്ള കുഞ്ഞിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ ഈ കൊച്ചു പറയുന്നുണ്ട്, ഞാൻ ബിസിയാ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. അപ്പം അമ്മ പറയുന്നു, ഈ ബിസി ലൈഫിൽ ഹോർലിക്സ് കൊടുത്താൽ കൊച്ച് ശരിയാകും. അതാണ് ആ പരസ്യം പറയുന്നത്. ഇന്ന് വളരെയേറെ ബിസി ആയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ആർക്കും ഒന്നിനും സമയമില്ല. 24 മണിക്കൂർ തികയുന്നില്ല, അല്ലേ? ചില യുവജനങ്ങളോടൊക്കെ ചോദിച്ചാൽ അവർ പറയും 2 മണിക്കൂറേ ഉറങ്ങാനായിട്ട് സാധിച്ചുള്ളൂ. ഇപ്പോൾ പറയുന്നുണ്ട് ലോകം ഇച്ചിരി കൂടെ സ്പീഡിൽ കറങ്ങാൻ തുടങ്ങി, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പം ഒരു 15 മിനിറ്റ് കൂടെ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമെന്ന്. ഇപ്പം തന്നെ സമയം തികയുന്നില്ല. നമ്മുടെ ബിസിനസ് അതുപോലെ തന്നെ കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്രയധികം നമ്മൾ സംസാരിക്കാതെ ഇരിക്കാനായിട്ട് പഠിച്ചത്, അല്ലേ? അത് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ എക്സ്ക്യൂസ് ആയിരിക്കാം. കോവിഡ് ആനന്തര കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം പല കുഞ്ഞുങ്ങൾക്കും സംസാരിക്കാനായിട്ട് അറിയത്തില്ല. അവർ പറയും, എന്തോ സംസാരിക്കുന്നത്? ആരെങ്കിലും വീട്ടിൽ വന്ന് അവർ പറയും, നമ്മൾ പറയും, മോനെ ടി വി ഒക്കെ ഓഫ് ചെയ്യണം, അവിടെ വന്ന് നിൽക്കണം. അവിടെ വന്നങ്ങ് നിൽക്കും. ഇവർ പോയി കഴിഞ്ഞാൽ ഇവരൊരക്ഷരം മിണ്ടത്തില്ല. നീ എന്താ ഒന്നും പറയാഞ്ഞേ? ആ അങ്കിൾ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ പറയാൻ. പണ്ട് നമ്മളെങ്ങനെയായിരുന്നു? നമ്മുടെ ചെറുപ്പകാലത്തിൽ എങ്ങനെയായിരുന്നു? നമ്മളാരോട് ഇടപെടുമല്ലേ? നമ്മളവിടെ ചെന്ന് വാ അങ്കിളെ കയറിയിരിക്കും, വെള്ളം കൊടുക്കും, അല്ലേ? ഇന്ന് ഇതൊന്നും അറിയാത്ത ഒരു തലമുറയുടെ മധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ പോസ്റ്റ് കോവിഡ് നമ്മളൊരു റീസണായിട്ട് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് ഓരോ ഗാഡ്ജറ്റിനോടാണ്, അല്ലേ? ഫോണിനോട്, ലാപ്ടോപ്പിനോട്. ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. എന്തെങ്കിലും തിരക്ക് കാരണം ഞാൻ അവനോട് സംസാരിക്കാൻ സാധിക്കാത്തൊരവസരമാണ്. അവനെ ഓടിപ്പോയി വിളിക്കും, അലക്സ വാട്ട് ഇസ് ദ ടൈം നൗ? അലക്സ എന്ന് പറയുന്നൊരു ചെറിയ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് ആ ഡിവൈസ്, അല്ലേ? അപ്പോൾ അലക്സ പറയും ടൈം ഇത്രയായെന്ന് പറയും. അലക്സ ടെൽ മീ എ ജോക്ക്. ഉടനെ അലക്സ ഒരു തമാശ പറയും. പിന്നെ പറയും അലക്സ റോസ്റ്റ് മൈ മദർ, എൻ്റെ അമ്മയെപ്പറ്റി ഒരു തമാശ പറയാൻ പറയും. അപ്പം അലക്സ അതും ചെയ്യും. പയ്യെ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം ഇതാണ്, ഞാൻ സംസാരിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ഈ കുഞ്ഞ് ഈ ഗാഡ്ജറ്റിനോട് അടുത്തു പോകും. അവനെ സംബന്ധിച്ച് അവൻ്റെ അമ്മയെ ലഭിക്കാതെ വരുമ്പോൾ ഉള്ള റീപ്ലേസ്മെൻ്റാണ് അലക്സ. ഒട്ടും ഗൗരവമായിട്ട് തോന്നുന്നില്ല, അല്ലേ? അതിനെന്താ, അലക്സയോട് സംസാരിക്കട്ടെ. ഭാര്യ ഭർത്താവിനോട് അകന്നു പോയാൽ, ഭർത്താവ് ഭാര്യയോട് അകന്നു പോയാൽ നാളെ അലക്സ അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് നമ്മുടെ ബന്ധങ്ങളെ റീപ്ലേസ് ചെയ്യും. ഇവിടെ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സംസാരിക്കാൻ കൂട്ടുകൊടുക്കാനാണ് മറിയ ബന്ധപ്പെട്ട് എലിസബത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ കുറ്റമൊന്നുമല്ല പറഞ്ഞാണോ, അല്ലേ? അവർ പാട്ടാണ്. കന്യാമറിയാം ഒരു പാട്ട് പാടുകയാണ്, സ്തുതി ചെയ്യുകയാണ് ദൈവത്തെ. അവർ ഒരുമിച്ച് കൂടുമ്പോഴുള്ളൊരു സന്തോഷം. ഇന്ന് നമ്മളുടെ സംസാരങ്ങളിൽ കൂടുതലായിട്ട് വരുന്നത് എന്താണ്? സ്തുതിയാണോ? ആണോ? അല്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രയാസത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പം നമുക്ക് എന്തെന്നില്ലാത്ത ചോദ്യങ്ങളാണ്, അല്ലേ? നമ്മളെങ്ങനെ ചോദിക്കുന്നത്? ഈ മാർത്തോമാ സഭയിലെ ഒരു പട്ടക്കാരനാണ് മോത്തി വർക്കിയച്ഛൻ. അച്ഛൻ സമീപകാലത്ത് പ്രസംഗിച്ച ഒരു പ്രസംഗം, അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒരു ഷോർട്ടായിട്ട്, എന്ന് വെച്ചാൽ ചെറിയ വീഡിയോ ആയിട്ട് വാട്സാപ്പ് സ്റ്റേറ്റസുകളിൽ നിറയെ കാണാനായിട്ട് ഇടയായി തീർന്നു. ആ പ്രസംഗത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ എങ്ങനെയാണ് പറയുന്നത് ഞാൻ പറയാം. തായ്ലൻഡിൽ, നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും കണ്ടു കാണുമായിരിക്കും, എന്നാലും ഞാനൊന്ന് പറഞ്ഞേക്കാം. തായ്ലൻഡിൽ ഒരു യുവാവ്
ഒരു പ്രായമായ മനുഷ്യനെ വടികൊണ്ട് തല്ലിക്കൊന്നു. അങ്ങനെയാണ് അച്ഛനത് പറഞ്ഞു തുടങ്ങുന്നത്. എന്തിനാണ് തല്ലിക്കൊന്നതെന്നറിയാമോ? ഈ പയ്യന് കല്യാണമായിട്ടില്ല. ഈ പയ്യൻ അങ്ങോട്ട് പോകുമ്പോഴും ഈ അപ്പച്ചൻ ചോദിക്കും കല്യാണമായില്ലേ, ഇങ്ങോട്ട് വരുമ്പോഴും ചോദിക്കും കല്യാണമായില്ലേ. ചോദ്യം കേട്ട് കേട്ട് മടുത്തിട്ട് തല്ലി അങ്ങ് കൊന്നു. അങ്ങനെ കൊല്ലണമെന്നല്ല പറയുന്നതെന്നും അച്ഛൻ പറയുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഭയങ്കര കൺസേൺ ആണ്. എങ്ങനെയാണ് നമ്മുടെ കൺസേൺ നമ്മൾ കാണിക്കുന്നതെന്ന് അറിയാമോ? അവർക്കൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിനകത്തോട്ട് തോണ്ടി അങ്ങ് വലിക്കും, അല്ലേ? എന്നിട്ട് നമ്മൾ ചോദിക്കും, ഇപ്പോൾ പിന്നെ പ്രസംഗമൊക്കെ കേട്ടാണോന്ന് അറിയത്തില്ല, പണ്ട് ചോദിക്കായിരുന്നു ഇത്രയും വർഷമായിട്ട് മക്കളായില്ലേ എന്നൊക്കെ ചോദിക്കാൻ. ഇപ്പം ചോദിക്കുന്ന വേറൊരു ഫാഷനില്ല. എങ്ങനെയാണെന്നറിയാമോ? മോളെ എന്നായിരുന്നടി കല്യാണം? പിന്നെ ഒന്നും ചോദിക്കത്തില്ല, അല്ലേ? 2019 ആൻറ്റിക്ക് സന്തോഷമായി, കൊച്ചിൻ്റെ സമാധാനം പോവുകയും ചെയ്തു. അപ്പം നമ്മൾ ചില ചോദ്യങ്ങൾ, അപ്പം ഈ സ്റ്റേറ്റസ് കണ്ടപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്. ഇന്ന് നമ്മളുടെ ചോദ്യങ്ങൾ പലതും ആളുകളെ മുറിവേൽപ്പിക്കുകയാണ്. നമ്മുടെ സംസാരങ്ങൾ പലതും ആളുകളെ മുറിവേൽപ്പിക്കുന്നതാണ്. അവർ ഇല്ല അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും. ജോലിയാകാത്തത് ആർക്കും സന്തോഷം തരുന്നൊരു കാര്യമല്ല. മക്കളില്ലാത്തതിനെക്കുറിച്ച് സന്തോഷം തോന്നുന്നവരല്ല എല്ലാവരും. കല്യാണമാകാത്തതിനെ പറ്റി സന്തോഷിച്ച് ജീവിക്കുമ്പോഴല്ല നമ്മൾ അവരോട് ഇത് പോയി ചോദിക്കുന്നത്. അപ്പം നമ്മൾ കുറേയും കൂടി പക്വമായിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കണം. നമ്മുടെ സംസാരങ്ങളിൽ നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ട് വന്നൊരു പാകത വേണം, അല്ലേ? അല്ലാതെ എല്ലാം നമ്മൾ ചോദിക്കുകയല്ല ചെയ്യുന്നത്. ഇനി വേറെ ഒരു രീതിയിൽ സംസാരിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർ റേഡിയോകളാണ്. റേഡിയോ അറിയാം? ഇങ്ങോട്ടിങ്ങ് പറഞ്ഞുകൊണ്ട് ഇരിക്കും, ഒരക്ഷരം അങ്ങോട്ട് കേൾക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് വന്ന് കഴിയുന്ന ഉടനെ തുടങ്ങും, അല്ലേ? ഈ റേഡിയോ ഓൺ ആകും. എന്ത് പറയും? വന്നിരിക്കുക, എപ്പോഴെങ്കിലും വന്നാൽ മതി, ഇത് വേണം. ഇത് കേട്ട് അവൻ എന്താണല്ലേ, അവൾക്ക് എന്താണ് ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് നമ്മൾ കേൾക്കത്തില്ല. അങ്ങനെ സംസാരിക്കാനല്ല. സംസാരമെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കേട്ടും മനസ്സിലാക്കിയും ചെയ്യുമ്പോഴാണ് അതൊരു കമ്മ്യൂണിക്കേഷൻ ആകുന്നത്. പിന്നെ ചിലരുണ്ട് ഈ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമുക്കവരുടെ കണ്ണ് കാണാൻ പറ്റത്തില്ല. മുഴുവൻ സമയം നമ്മുടെ വീട്ടിലെല്ലാം ഇങ്ങനത്തെ സ്പെസിമെൻസ് ഉണ്ടല്ലേ? മോനെ പറഞ്ഞോ, ഇത് ചെയ്തോ, പറഞ്ഞോ, അല്ലേ? അവർ നമ്മുടെ മുഖത്തേക്ക് നോക്കത്തില്ല. ഈ കുഞ്ഞുങ്ങൾ മുഴുവൻ സമയവും ബോറടിച്ചാണ് ജീവിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവരുടെ കയ്യിലുണ്ടെങ്കിലും ബോറടിയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ്റെ ഏറ്റവും സ്ഥായിയായ പ്രശ്നം ബോറടിക്കും. എന്ത് ചെയ്യണം എന്നവന് അറിയത്തില്ല. അപ്പോൾ ഒരു കണക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെ അല്ല നമ്മൾ പറയുന്നത്. കുറേയും കൂടി ആഴമായി സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കുറേയും കൂടി ആഴമായി. ഇന്ന് സൈക്കോതെറപ്പി, അല്ലേ? സൈക്കോതെറപ്പിയിലെ ഏറ്റവും വലിയൊരു തെറപ്പിയാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത്. അതെന്താണെന്ന് അറിയാമോ ചെയ്യുന്നത്? അവിടെ ഒരു കൗൺസിലർ നമ്മളോട് സംസാരിക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കുടുംബങ്ങളിൽ സംസാരത്തിനുണ്ടായിരുന്ന പ്രാധാന്യം കുറഞ്ഞു പോയിട്ടുണ്ടോ? ചില വീടുകളിൽ വളരെ സങ്കടകരമെന്ന് പറയട്ടെ, ഭക്ഷണം റെഡിയായി, കഴിക്കാൻ വേണോ, വിശക്കുന്നു, ഇതൊക്കെ ഉള്ളൂ സംസാരം. ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ ഇല്ല. നമുക്ക് കേൾക്കാനും സമയമില്ല, പറയാനും സമയമില്ല. അപ്പോഴാണ് ടോക്കിംഗ് തെറപ്പി ഇന്ന് വന്നത്. പണ്ട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും വളർത്തിയ സമയത്ത് നമ്മളോട് അവർ മുഴുവൻ സമയവും സംസാരിക്കുകയാണ്. അവരുടെ കഥകൾ പറയും, അല്ലേ? അവരുടെ അനുഭവങ്ങൾ പറയും. അതിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതലായി ജീവിതത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു കൂട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടുകളിൽ തന്നെ ഉണ്ട്. ഇന്ന് ഈ വനിതാ സമാജം മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ 1 മണിക്കൂർ ഭവനത്തിലുള്ളവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കണമെന്ന് ഒരു തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കുമോ? ഈ മാറുന്ന ലോകത്തിൽ ഒരുപാട് വെല്ലുവിളികൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമ്മളുടെ എങ്ങനത്തെ സംസാരമാണ്? കുറ്റപ്പെടുത്തലല്ല, മനസ്സിലാക്കിയുള്ള സംസാരമാണ്. നവോമിയെയും റൂത്തിനെയും നമുക്കറിയാം, അല്ലേ? നവോമിയും റൂത്തും. നവോമിയുടെ കഥകൾ പറയേണ്ട കാര്യമില്ല, നമുക്കറിയാം. മോവാബിലേക്ക് പോയി അവിടുന്ന് എല്ലാം നഷ്ടപ്പെട്ട് മടങ്ങി വരുമ്പോൾ നവോമി 2 മരുമക്കളുണ്ട് നവോമിയുടെ കൂടെ, റൂത്തും
ഓർപ്പയും അല്ലേ. അപ്പം റൂത്തും ഓർപ്പയും നവോമിയുടെ കൂടെ വരുന്നു. അപ്പോൾ നവോമി റൂത്തിനോട് പറയുന്നുണ്ട്, റൂത്തിനോട് ഓർപ്പയോട് എന്താ പറയുന്നത്, നിങ്ങൾ പൊക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു, രൂത്തോ അവളോട് പറ്റി നിന്നു. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഒരു പക്ഷേ നവോമി മനസ്സോടെ ആയിരിക്കത്തില്ല പൊക്കോളാൻ പറഞ്ഞതല്ലേ, വേറെ ഒരു ചോയ്സ് ഇല്ലാഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ പൊക്കോളാൻ. അവിടെ രൂത്ത് എന്താ ചെയ്യുന്നത്? രൂത്തിന് മനസ്സിലായി ഈ അമ്മാവിയമ്മ ഒറ്റയ്ക്കാണ്, ഇവർക്ക് ആരുമില്ല ഇവരുടെ കൂടെ. അവരുടെ ആവശ്യം മനസ്സിലാക്കി റൂത്ത് പറയുകയാണ്, നീ എവിടെ പോകുന്നോ അവിടെ ഞാനും ഉണ്ട്. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. അവിടെയും റൂത്ത് എന്താ ചെയ്യുന്നത്? കൂട്ടുകൊടുക്കുകയാണ് അല്ലേ. ഒരു സുഹൃത്തായി, നല്ല ഒരു മകളായി ഈ അമ്മയോടൊപ്പം പോവുകയാണ്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ രൂത്ത് കൂട്ടുകൊടുക്കുക മാത്രമല്ല ചെയ്തത്. എന്താ ചെയ്തത്? മനസ്സിലാക്കി. ഈ അമ്മയുടെ പറയാത്ത വേദന പോലും മനസ്സിലാക്കിയിട്ടാണ് രൂത്ത് ഈ അമ്മാവിയമ്മയോടൊപ്പം പോകുന്നത്. ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന് പറയുന്ന ഒരു റേഡിയോ ജോക്കി, മോട്ടിവേഷണൽ ടോക്കുകളൊക്കെ നടത്തുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ടോക്കിൽ ഇങ്ങനെ പറഞ്ഞു, പല ജീവിതങ്ങളും ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് ചിന്തിച്ചായിരിക്കാം നമ്മുടെ ഇടങ്ങളിൽ ആയിരിക്കുന്നത് അല്ലേ. ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചായിരിക്കാം പലരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നത്. എന്തിനാണ് നമ്മളെ ക്രിസ്ത്യാനികളാക്കി, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാകുന്നവരാക്കി, അത് പകരാനുള്ള പാത്രങ്ങളാക്കി ഈ സമൂഹത്തിലായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഫുൾ സ്റ്റോപ്പുകളെ ഒരു കോമയാക്കാൻ വേണ്ടി ആണ്. കോമ എന്ന് പറഞ്ഞാൽ എന്താ? നിർത്തുന്നില്ല അല്ലേ, ഇനിയും തുടരുന്നു. ചില ഫുൾ സ്റ്റോപ്പുകളെ കോമകളാക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രൂത്ത് നവോമിയുടെ ജീവിതത്തിൻ്റെ ഫുൾ സ്റ്റോപ്പ് മാറ്റി കോമ ആക്കിയ ആളാണെന്ന് പറയാം. ധൂർത്തപുത്രൻ്റെ കഥ അറിയാം അല്ലേ, മുടിയനായ പുത്രൻ, അങ്ങനെയല്ലേ നമ്മൾ പറയുന്നേ, മുടിയനായ പുത്രനും അപ്പനും. നമ്മൾ ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഭാഗമാണത്. അപ്പൻ എന്തായിരിക്കാം അന്ന് അങ്ങനെ സ്വീകരിക്കാനുണ്ടായ കാര്യം? നമ്മളായിരുന്നു എന്തോ ചെയ്തേനെ. കഴിഞ്ഞ് ചിലപ്പോൾ പറയും ആ കയറിപ്പോ എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും. അത്രയും കനിവൊക്കെ നമുക്ക് ഉണ്ട്. പക്ഷേ ഈ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ല. ഈ അപ്പൻ ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു, അവൻ്റെ കാലിന് ചെരുപ്പും മോതിരവും കൊടുത്തു, അവനുണ്ടായിരുന്ന എല്ലാ മഹത്വവും മടക്കിക്കൊടുത്ത് ആ മകനെ സ്വീകരിക്കുകയാണ്. മനസ്സിലാക്കി ആ മകനോട് ഇടപെടുവാനായിട്ട് അപ്പന് സാധിച്ചു. ഒരു മകനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് അപ്പൻ അവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. 100 ആടിൻ്റെ കഥ എല്ലാവർക്കും അറിയാം അല്ലേ. 100 ആടിൻ്റെ, അതിനകത്ത് 99നെയും വിട്ട് ഒന്നിനെ തേടിപ്പോയ കഥയൊക്കെ നമുക്കറിയാം. ഒരു സാങ്കല്പിക കഥ ഇപ്രകാരമുണ്ട്. ഈ 100ാമത്തെ ആടിനെ തേടി പിടിച്ച് ഇടയൻ എവിടെ കൊണ്ടുവന്ന് ഈ ആട്ടിൻ കൂട്ടത്തോടൊപ്പം ആക്കിയിട്ട് ഈ ഇടയൻ പോയി കഴിഞ്ഞപ്പം ഈ കൂട്ടത്തിലുള്ള ആടുകൾ പറയുവാണ്, ആ എവിടാണ്ട് പോയിട്ട് വന്നേക്കുക അല്ലേ. കുറേ കഴിഞ്ഞ് കുറേ പറ്റുന്നത്രയും കുത്തുവാക്കുകളെല്ലാം പറഞ്ഞ് ഈ ആടിനെ വേദനിപ്പിച്ച് അപ്പോൾ ആടിന് മനസ്സിലായി ഞാൻ ചെയ്തത് ഒരു വലിയ തെറ്റാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയൻ വന്നിട്ട് പറയുകയാണ്, നമ്മുടെ കുറച്ചാടുകളെ കൂടെ കാണുന്നില്ല, ഒരാട് എൻ്റെ കൂടെ വരണം, ഒരാളെങ്കിലും എൻ്റെ കൂടെ വരണം. എന്തിനാണെന്നറിയാമോ? ആടുകളെ കണ്ടുപിടിക്കാൻ. ആരാ തയ്യാറായി പോയെന്നറിയാമോ? ഈ തിരിച്ചു കൊണ്ടുവന്ന ആട്. അതിനകത്ത് കഥാകാരൻ പറയുന്നത് ഇങ്ങനെയാണ്, കാണാതെ പോയി തിരിച്ചു വന്നവർക്കേ അതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ. പലപ്പോഴും നമ്മൾക്ക് ഒരു സഹാനുഭൂതി തോന്നാത്തത്, അല്ലെങ്കിൽ നമുക്കൊരു അനുകമ്പ തോന്നാത്തതിൻ്റെ കാര്യം ഇത്രമാത്രമാണ്. എന്താണ്? നമുക്ക് മനസ്സിലാകുന്നില്ല ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന വേദനകൾ. അതുകൊണ്ടാണ് ബെന്യാമീൻ ആടുജീവിതം എന്ന കഥയിൽ പറയുന്നത്, നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കഥകളൊക്കെ നമുക്ക് കെട്ടുകഥകൾ ആയിരിക്കുമെന്ന്. നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കഥകളൊക്കെ നമുക്ക് കെട്ടുകഥകൾ ആയിരിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വനിതാ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ഷീബ അമീർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ഈ ഷീബ അമീറിൻ്റെ മകൾക്ക് ക്യാൻസർ വന്ന് കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ ക്യാൻസർ വാർഡിലായിരുന്ന സമയത്ത് ഈ അമ്മ കണ്ട കുറേ പ്രശ്നങ്ങളുണ്ട്.
അവർ പറയുന്നത് 3 തരം ബുദ്ധിമുട്ടുകളാണ് ക്യാൻസർ രോഗികളുടെ അല്ലെ കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയും അനുഭവിക്കുന്നത്. 1, പൈസ ഇല്ലാത്തതിൻ്റെ കുറവ്. 2, പൈസ ഉണ്ടായിട്ടും ചികിത്സയില്ലാത്തതിൻ്റെ വിഷമം. 3, ഈ പൈസ ഉണ്ടാക്കാൻ പോകേണ്ടത് കൊണ്ട് വയ്യാത്ത കുഞ്ഞിൻ്റെ കൂടെ ഇരിക്കാൻ കഴിയാത്ത സങ്കടം. ഈ 3 സങ്കടങ്ങൾ കണ്ട് ഷീബ അമീർ സോളസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് അതിനാണ് വനിത എന്ന മാഗസിൻ അവർക്ക് വനിത വുമൺ ഓഫ് ദി ഇയർ അവാർഡ് കൊടുത്തത്. എന്തുകൊണ്ടാണ് ഷീബ അമീർ അങ്ങനെ ചിന്തിച്ചെന്നറിയാമോ? ആ വഴിയിലൂടെ നടന്നു പോയപ്പോഴാണ് മനസ്സിലായത് തൻ്റെ കൂടെ നടക്കുന്നവരുടെ വേദന അവർക്കൊരു താങ്ങാകാൻ. ഈ അപ്പനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ പരിചരിക്കാൻ ഒരു സ്ഥലമാണ് സോളസ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് സുഹൃത്താകാൻ മാത്രമല്ല, മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ വേണ്ടി കൂടിയാണ്. റൊണാൾഡോ എന്ന് പറയുന്ന വലിയൊരു ഫുട്ബോൾ പ്ലെയറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? റൊണാൾഡോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗെയിമിന് തൊട്ട് മുമ്പ് റൊണാൾഡോയുടെ ഭാര്യ, ഇരട്ട കുട്ടികളാണ് അവർക്കെന്ന് അവർ നേരത്തെ അറിഞ്ഞു. അങ്ങനെ ഇരട്ട കുട്ടികളെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഭാര്യ പ്രസവിക്കുകയും ഈ ഗെയിമിന് മുന്നായിട്ടാണ് ഭാര്യ പ്രസവിക്കുന്നത്. ഇരട്ട കുട്ടികളിൽ ഒരാൾ മരിച്ചുപോയി, മകൻ മരിച്ചു, മകളെ റൊണാൾഡോയ്ക്ക് കിട്ടി. അപ്പോൾ ഈ ഗെയിമിന് ഇദ്ദേഹം വരുമ്പോൾ തകർന്ന അവസ്ഥയിലാണ് ഈ ഗെയിം കളിക്കാനായിട്ട് അദ്ദേഹം വരുന്നത്. അവിടെ വന്ന സമയത്ത് ഈ എതിർ ടീമിലുള്ള ആളുകൾ അവരെ ചിയർ ചെയ്യുന്ന ഓഡിയൻസ് ഒരു പാട്ട് പാടി എന്നാണ് പറയുന്നത്. ആ പാട്ട് അവർ പറഞ്ഞു ഇത് റൊണാൾഡോയ്ക്ക് വേണ്ടിയാണ്, അവരുടെ ടീമിന് വേണ്ടിയല്ല, റൊണാൾഡോയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അവർ പാടിയ പാട്ടിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യു വിൽ നെവർ വാക്ക് അലോൺ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് നടക്കേണ്ടി വരില്ല. എത്ര പേർ ആഗ്രഹിക്കുന്ന ഒരു വാക്കാണ് ഇത്. സങ്കടത്തിലായിരിക്കുമ്പോൾ, ജീവിതം നഷ്ടപ്പെട്ടു, കൈവിട്ടു പോയി എന്ന് തോന്നുന്ന സമയത്ത്, ഭയങ്കരമായ ക്രൈസിസുകൾ നേരിടുന്ന സമയത്ത് അടുത്തിരിക്കാൻ ഒരാൾ വന്ന് നമ്മളോട് പറയുകയാണ് യു വിൽ നെവർ വാക്ക് അലോൺ. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായി പോകില്ല. എന്തൊരാശ്വാസമാണ്. ഞാൻ ഇങ്ങോട്ട് പ്രസംഗിക്കാനായിട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറഞ്ഞു ഗോഡ് വിൽ ഹെൽപ്പ് യു. എന്തിനാ അച്ഛൻ അത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഞാൻ ടെൻഷൻ അടിക്കുന്നത് അച്ഛൻ അടുത്തിരുന്ന് മനസ്സിലായി കാണുമായിരിക്കും. നമ്മൾ പറയത്തില്ലേ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം കൂടുന്നത് അച്ഛൻ കേട്ട് കാണുമായിരിക്കും. ആ ഒരു വാക്ക് തരുന്ന ഒരാശ്വാസം എത്ര വലുതാണെന്നറിയാമോ? ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില വാക്കുകളാണ്. സാരമില്ല, ഞാനുണ്ട് കൂടെ, എനിക്ക് നിന്നെ മനസ്സിലായി. കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ വേറിട്ട ശബ്ദമാകാൻ ഈ കല്ലിശ്ശേരി മേഖലയിലെ ഓരോ സ്ത്രീകളും തയ്യാറായാൽ എന്ത് മാറ്റമാണ് നമുക്ക് ഈ സമൂഹത്ത് വരുത്തുവാനായിട്ട് സാധിക്കുന്നത്. സാരമില്ല മോനെ. തെറ്റിപ്പോയ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരെ കുറേയും കൂടി കുറ്റപ്പെടുത്തി വിടാനല്ല, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ഒരു വാക്ക് കേൾക്കാത്തത് കൊണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങളെ എനിക്കറിയാം. ആരുമില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് ജീവിതം തന്നെ വേണ്ട, ഈ ലോകം എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് കരുതി പോയവരുണ്ട്. അതിലെ സങ്കടം എന്താണെന്നറിയാമോ? ഈ അപ്പനെയോ അമ്മയോ ഈ സൂയിസൈഡ് കഴിഞ്ഞ് കാണാൻ ചെല്ലുമ്പോൾ ഇവർ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനോട് ഞാനൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു, എൻ്റെ കുഞ്ഞിനോട് ഞാനൊന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. ഒരിക്കലും ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരാനായിട്ട് ഇടയാകരുത്. എന്നും നിങ്ങളുടെ കുഞ്ഞിനോട് സംസാരിക്കുന്നവരായിട്ട് നമുക്ക് മാറണം. എന്നും അവനോട് ചോദിക്കണം, അവളോട് ചോദിക്കണം, ആർ യു ഓക്കെ? എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ ഇത് കണ്ടില്ലെന്ന് നടിക്കാനല്ല, ഇവ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറയാനല്ല. ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ അതിനെ ഗൗരവത്തോടെ കാണുവാൻ, അതിനെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. സഖികളാകാൻ, കൂട്ടുകാരികളാകാൻ, മനസ്സിലാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ
നമ്മൾ നേരിടും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പാരൻറ്റിങ്, അല്ലേ? ഇവിടെ ഗ്രാൻഡ് പേരൻസ് ആണെന്ന് പറഞ്ഞു. ഒരു പക്ഷേ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ഏത് വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളല്ലേ, ഇപ്പോഴത്തെ സമൂഹം മുഴുവൻ റീൽസിലാണ്, അല്ലേ? റീൽസ് കണ്ടിട്ടുണ്ടോ? ഈ റീൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടിത് കഴിയും, അല്ലേ? 30 സെക്കൻഡാണ് ഇതിൻ്റെ സമയം. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, പണ്ടൊക്കെ അപ്പച്ചൻ കഥ പറയാനായിട്ട് വിളിച്ചിരുത്തിയാൽ 1 മണിക്കൂർ പോക്കാം, അല്ലേ? ഈ കുഞ്ഞ് 2 സെക്കൻഡിനുള്ളിൽ തീരുമാനിക്കും ഇത് കാണണോ വേണ്ടായെന്ന്. അവരിങ്ങനെ മേളിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടുന്നത് കാണും, അല്ലേ? ആ 2 സെക്കൻഡാണ് നമുക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ കിട്ടുന്ന സമയം. ഇനിയുള്ള കാലത്ത് ഇങ്ങനെ 1 മണിക്കൂർ പ്രസംഗമൊന്നും കാണുകയില്ല. കാരണം അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു. ഈ കുഞ്ഞുങ്ങളുടെ അറ്റൻഷൻ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അവർക്കെല്ലാവർക്കും ഒരു വല്ലാത്തൊരു നിസ്സംഗതയാണ് എല്ലാത്തിനോടും. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നിസ്സംഗത. ഐ ഡോണ്ട് കെയർ, അല്ലേ? അവരെ എപ്പോഴും പറയണമെന്നില്ല, പക്ഷെ അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഐ ഡോണ്ട് കെയർ. ചിലപ്പോൾ നമ്മൾ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളെ പറ്റി വീട്ടിൽ പറയുന്നു, ഇതെന്താ നീ ചെയ്യാഞ്ഞേ, അതെന്താ ചെയ്യാഞ്ഞേ, അത് കഴിച്ചില്ല, ഇത് കഴിച്ചില്ല, ഭയങ്കര പ്രശ്നങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല. നീ എന്താടാ ഇങ്ങനെ നിൽക്കുന്നത്? ഐ ഡോണ്ട് കെയർ. ഈ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളത് അവർ പറയുകയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ മാറ്റങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യകത എന്താ? നമ്മുടെ കുഞ്ഞുങ്ങളെ, ദൈവം ആരെയാണ് ഈ കുഞ്ഞുങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്? നമ്മളെ ഓരോരുത്തരെയാണ്, അല്ലേ? നമ്മളെ ഭരമേൽപ്പിച്ചപ്പോൾ ഇവിടെ പേരൻറ്റിങ്ങിൻ്റെ മാനുവൽ കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ട്? ഒന്ന് കൈ പൊക്കാമോ? മാനുവലില്ല. നമുക്ക് ഈ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, മൊബൈൽ വാങ്ങിക്കുമ്പോൾ ഇതെങ്ങനെ യൂസർ മാനുവൽ കിട്ടും, ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ യൂസർ മാനുവൽ. കുഞ്ഞിനെ കിട്ടിയപ്പോൾ അതിൻ്റെ കൂടെ മാനുവൽ കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ട്? ആരുമില്ലല്ലോ, അല്ലേ? ഇനി പേരൻറ്റിങ്ങിൽ ഡിഗ്രി എടുത്ത എത്ര പേരുണ്ട്? അതും ആരുമില്ലല്ലോ, ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ ദൈവമാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡിസൈഡ് ചെയ്തത്. ദൈവം കണ്ടു ഇവർ മാതാപിതാക്കളാകാൻ യോഗ്യരാണ്, അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ തന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, മാറ്റമില്ലാത്ത ഈ വചനം മാത്രമാണ് നമ്മുടെ മാനുവൽ. ഈ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് മാത്രമേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താവൂ. ലോകം മാറും, പക്ഷെ ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്തതാണ്. നമ്മൾക്ക് കൈവന്ന, അല്ലെ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ അല്പമെങ്കിലും സംശയമോ വിമുഖതയോ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അപകട നിലയിലാണ്, ഡേഞ്ചർ സോണിലാണ്. ആ കിട്ടിയ വിശ്വാസം അതേപടി നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് നൽകേണ്ടത് ഇന്നിൻ്റെ ആവശ്യകതയാണ്. അന്ന സെബാസ്റ്റ്യൻ പേരയിൽ എന്ന ഒരു കുട്ടിയെ പറ്റി വളരെ റീസെൻ്റ്ലി വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു കുട്ടിയാണ്. കുട്ടിയല്ല, ഒരു യൗവനക്കാരി, 26 വയസ്സുള്ള ഏൺസ്റ്റ് ആൻഡ് യങ് എന്ന വലിയൊരു കമ്പനിയിൽ ജോലി ലഭിച്ച ഒരു യുവതിയാണ്. ആ യുവതി ആത്മഹത്യ ചെയ്തിട്ട് അതിൻ്റെ കാരണമായി പേരൻസ് പറഞ്ഞ റീസൺ വർക്ക് സ്ട്രെസ്സ് സഹിക്കാൻ പറ്റിയില്ല. ജോലിയുടെ ഭാരം, ജോലിയുടെ സ്ട്രെസ് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. പ്രേമം എന്ന സിനിമ കണ്ടവരുണ്ടോ? ഞാൻ ഇടയ്ക്ക് സിനിമയൊക്കെ ചോദിക്കുന്ന ലിറ്ററേച്ചറുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ്. പ്രേമം എന്നൊരു സിനിമ, അല്ലേ? പ്രേമം 10 വർഷത്തിന് മുമ്പ് കണ്ടിറങ്ങിയ ഒരു സിനിമയാണ്. അതിനകത്തിൽ ഒരു സീനുണ്ട്. അന്ന് 10 വർഷം മുന്നേ എനിക്ക് അത് ഇച്ചിരി എക്സാജറേഷനായിട്ട് തോന്നിയായിരുന്നു, കുറച്ച് കൂട്ടി പറയുന്നത് പോലെ തോന്നി. പ്രിൻസിപ്പള് മാതാപിതാക്കളെ വിളിക്കുകയാണ്. എന്തിനാണ് വിളിക്കുന്നത് അറിയാം? മോൻ്റെ കുറ്റം പറയാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ അവൻ ക്ലാസ്സിൽ വെള്ളം അടിച്ച് ക്ലാസ്സിലിരുന്നു എന്നാണ് കുറ്റം. അപ്പോൾ ഇത് പറയാനായിട്ട് വിളിച്ച പിതാവ് വന്നിട്ട് അവസാനം പ്രിൻസിപ്പളിനെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നതാണ് ആ സിനിമയിലെ രംഗം. ഇനി മേലെ ഇമ്മാതിരി കാര്യം പറയാൻ എന്നെ വിളിച്ചേക്കരുത്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് വളരെ ഹീറോയിസത്തോടെ ആ പിതാവ് ഇറങ്ങി പോകുന്നത്. വളരെ റീസെൻ്റായിട്ട് ഞങ്ങളുടെ കോളേജിലെ ഒരു പെൺകുട്ടി, ഇവിടെ കോളേജിലേക്ക് ജോയിൻ ചെയ്തത് 19-20 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ടീച്ചേഴ്സ് ശ്രദ്ധിച്ചപ്പോൾ ഇവൾ ഉച്ചയാകുമ്പോൾ ഒരു വണ്ടിയിൽ കയറി പോകുന്നുണ്ട്. ഉച്ചസമയം ലഞ്ചിൻ്റെ സമയമാകുമ്പോൾ പോകുന്നു, 3:30 ആകുമ്പോൾ തിരിച്ചു വരും. ആദ്യം ഞങ്ങൾ ഓർത്തു ഇപ്പം ഈ അഫെയർസൊക്കെ ഒരുപാടുള്ള കാലഘട്ടമാണ്. ഇപ്പോൾ അഫെയർ ഒന്നുമല്ല, അഫെയറിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, അല്ലേ? ഇപ്പോൾ അതിലൊക്കെ മുകളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഓർത്തു ചിലപ്പോൾ അഫെയർ ആയിരിക്കും. എല്ലാ കാര്യത്തിലും ഇടപെടുന്നത് പിള്ളേർക്കും ഇഷ്ടമല്ല.
പക്ഷെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ വണ്ടികൾ വേറെ വേറെയാണ്, ആളും വേറെ വേറെ ആണ്, ഒരാളല്ല. അത് മാത്രമല്ല അതിനകത്തുള്ള ആളിന് കുറച്ച് പ്രായമുണ്ട്. അപ്പം വെറുതെ പിള്ളേരുടെ കളിയും അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തോന്നിയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ പിതാവിനെ വിളിച്ച് ഞങ്ങൾ വളരെ ഈ കൊച്ചിനോട് പറയാതെ മോള് ക്ലാസ്സിലുള്ള സമയത്ത് അപ്പനെ വിളിച്ചു. അപ്പൻ വന്നു. സംസാരിച്ചപ്പോൾ ഞങ്ങളിതുപോലെ പറഞ്ഞു, ഒരു ചെറിയൊരു കൺസേൺ ഉണ്ട്, അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഞങ്ങൾ പറഞ്ഞ് കഴിഞ്ഞതും ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിങ്ങൾ ദേഷ്യപ്പെട്ടു. മോടെ ക്ലാസ് വിടാ. ഞങ്ങൾ പറഞ്ഞു അവിടെ ഉണ്ട്, മോളോട് പറയണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചാൽ എനിക്കൊന്നും ചോദിക്കാനില്ല. ഇയാൾ മോളെ വിളിച്ചിട്ട് വന്ന് ചോദിക്കുകയാണ്, ശരിയാണോ മോളെ പറഞ്ഞേ? കുട്ടി എന്ത് പറഞ്ഞു കാണും? എനിക്കറിയത്ത് പോലും ഇല്ല. ഈ അപ്പൻ ഞങ്ങളെ കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ പോയി. അപ്പം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ഈ പേരൻസ് കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. പണ്ട് സ്കൂളിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് ആ അടിയുടെ കാര്യം വീട്ടിൽ പറയാതിരുന്നിട്ടില്ലേ? എന്താ അങ്ങനെ ഇരുന്നേ? വീട്ടിൽ നിന്നൂടെ അടി കിട്ടും. ഇന്ന് അങ്ങനല്ല, തൊടുക പോലും വേണ്ട. എന്തെങ്കിലും മോശമായി സംസാരിച്ചതായി കുട്ടിക്ക് തോന്നിയാൽ അധ്യാപകനെതിരെ കേസാണ്. ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക, ഇന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ ഡിഫെൻഡ് ചെയ്താൽ നാളെ അവരുടെ കുറ്റങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു അഡ്വക്കേറ്റിന് പൈസ കൊടുക്കേണ്ടി വരും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഡ്യൂഡും ഫ്രണ്ടും ബ്രോയും എല്ലാം നല്ലതാണ്. പക്ഷെ മാതാപിതാക്കളായ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളോട് തെറ്റെന്നും ശരിയെന്നും പറഞ്ഞു കൊടുക്കുവാനായിട്ടാണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുതാത്ത കാര്യമാണ്. ഇപ്പോൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഇവിടെ പറയുകയുണ്ടായി, നമ്മൾ എങ്ങനെയാ ദൈവവചനം, ദൈവത്തിന് അഭിമുഖമായി നമ്മൾ ജീവിക്കണം, ദൈവം മാത്രം നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമായിരിക്കണം, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടണം എന്നൊക്കെ അഭിമന്യ തിരുമേനി പറയുകയുണ്ടായി. വളരെ സങ്കടകരമായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ, ക്രിസ്തീയ കുടുംബങ്ങളിലെ പല കുഞ്ഞുങ്ങളും എത്തീസ്റ്റുകളാണ്. എത്തീസ്റ്റ്, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുക മാത്രമല്ല ഉറക്കെ പ്രഖ്യാപിക്കുക കൂടെ ചെയ്യുന്നവരാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ അവരെഴുതിയിരുന്ന ഒരു ലേബലാണ് ആൻ എത്തീസ്റ്റ്. ഈ എത്തീസ്റ്റ് എന്ന് പറയാനുള്ള റീസൺ, ഇന്ന് ലോകത്ത് ഉള്ള ഒരു ഫിലോസഫി എന്താണെന്നറിയാമോ? യോലോ എന്നാണ്. യോലോ, YOLO. അത് പറയുന്നത് യു ഓൺലി ലിവ് വൺസ്. നിങ്ങൾ ഒരിക്കൽ മാത്രം ജീവിക്കുന്നു. എന്താണ് ആ ഫിലോസഫി കൊണ്ട് അർത്ഥമാക്കുന്നത്? മറ്റൊന്നുമല്ല, ഒരിക്കൽ മാത്രം ജീവിക്കുന്നവർ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചോണം. നമ്മൾ കുഞ്ഞുങ്ങളോട് സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, ദൈവം നമ്മുടെ എല്ലാ ചെയ്തികളും കാണുന്നു, നമുക്കൊരു ന്യായവിധി ദിവസമുണ്ട്, അന്ന് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകുന്നു. ഈ കുഞ്ഞുങ്ങൾ നിർബന്ധത്താൽ പോയിരിക്കുകയാണ് സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ. അവിടെ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉള്ളിൽ അവർ ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാത്ത ഒരു ഫിലോസഫി ഞങ്ങൾക്കറിയാം, യു ഓൺലി ലിവ് വൺസ്. നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതൊന്നും ഇവർ മനസ്സിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംസാരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ നമുക്കൊരു മടി തോന്നുന്നുണ്ടെങ്കിൽ ആ മടി മാറ്റേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ പൈതൃകങ്ങളെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ബോധപൂർവമായ ഒരു ശ്രമം നടത്തണം. വെറുതെ കിട്ടിക്കോളൂ എന്ന് വിചാരിക്കരുത്. പണ്ട് എനിക്ക് കിട്ടിയല്ലോ, ഞാൻ വീട്ടിൽ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ ലോകം കഴിഞ്ഞുപോയി. ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്നല്ല ഞാൻ ആദ്യം പറഞ്ഞതല്ലേ, മാറി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് അല്ലേ. കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണെന്നും സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണെന്നും നമ്മുടെ സഭയെ പടുത്തുയർത്തുന്നത് നല്ല കുടുംബങ്ങളാണെന്നും ആണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ യുവതലമുറ പുതിയ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഡിങ്ക് എന്നാണ് അതിന് പറയുന്നത്. അവർ പറയുന്നത് ഡിങ്ക് എന്നാണ്. ഡിങ്ക്, DINK. ഞാൻ ഈ പദങ്ങളൊക്കെ എനിക്കറിയാവുന്നൂടെ പറയാൻ വേണ്ടിയിട്ട് പറയുന്നേ ഉള്ളൂ. ഡബിൾ ഇൻകം, നോ കിഡ്സ്. മനസ്സിലായോ? ഡബിൾ ഇൻകം, നോ കിഡ്സ്. വാ, നമുക്ക് ലോകം ചുറ്റാൻ പോകാം. കുഞ്ഞുങ്ങളൊരു ബാധ്യതയാണ്. അങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിലാണ്
ഇന്ന് നാം ആയിരിക്കുന്നത്. കമ്മിറ്റ്മെൻറ്റ്സിനെ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. ഇന്ന് എത്രയോ യുവാക്കൾ, യുവതികൾ വിവാഹം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറയുകയാണ്. വിവാഹം കഴിക്കാൻ കാരണം അവർക്ക് സാലറി ഉണ്ട്, അവർ ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് വേറെ ആരുടെയും കാര്യം നോക്കണ്ട, തോന്നുമ്പോൾ കിടക്കാം, തോന്നുമ്പോൾ എഴുന്നേക്കാം, തോന്നുന്നത് പോലെ ജീവിക്കാം. നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തറ ഇളകിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മളത് ഇതുവരെയും അറിഞ്ഞിട്ടില്ല. കണ്ണടച്ചാൽ ഇരുട്ടാകുന്നു എന്ന് നമ്മൾ വിചാരിക്കരുത്. ഡബിൾ ഇൻകം, നോ കിഡ്സ്, അല്ലേ? കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നും. അവർക്ക് വളരെ സന്തോഷമാണ്, ഇതൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. കമ്മിറ്റ്മെൻറ്റ്സിനെ പേടി. ഇന്ന് നമുക്കറിയാം മോറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാൻ പഠിച്ച സമയത്ത്, ഞാൻ ഒത്തിരി പണ്ടല്ലെങ്കിലും അല്ലേ, ഒരു 10-30 വർഷം മുന്നേ സ്കൂളിൽ പഠിച്ചപ്പോൾ 1-ലോ 2-ലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ചത് ഓർക്കുന്നു. ഗാന്ധിജിയുടെ ഒരു കഥ നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമായിരിക്കും അല്ലേ? മോഹൻദാസ് കരംചന്ദ് എന്ന കുട്ടി പരീക്ഷയ്ക്കിരുന്നപ്പോൾ ഒരു ഉത്തരം തെറ്റിപ്പോയി. അധ്യാപകൻ പറഞ്ഞു മറ്റേ കുട്ടിയുടെ നിന്ന് നോക്കി എഴുതാൻ. മോഹൻദാസ് അതിന് തുനിഞ്ഞില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പാഠം എന്തുവാ? ഓണസ്റ്റി, അല്ലേ? സത്യസന്ധതയ്ക്ക് വിലയുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും എന്ത് കൈമോശം വന്നാലും സാരമില്ല, സത്യസന്ധമായി ജീവിക്കുക. ഈ കഥ പോലും പ്രിയമുള്ളവരെ 19 വയസ്സുള്ള ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഓണസ്റ്റി ഔട്ട് ഓഫ് ഫാഷനായി മാറി. ഓണസ്റ്റി, ഇന്ന് ഓണസ്റ്റി ഇല്ല. സിൻസിയർ, ആത്മാർത്ഥതയൊന്നും കാണിക്കല്ലേ, പണി ഇങ്ങ് വരും. കഴിഞ്ഞ ദിവസം ഒരാളോട് ഉപദേശിക്കുന്ന കേട്ടോ, എടാ എന്തോ ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചാലും അറിയത്തില്ലെന്നങ്ങ് പറഞ്ഞേക്കണം. അപ്പോൾ പിന്നെ ഒന്നും നമ്മളെ ഏൽപ്പിക്കത്തില്ല, നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. എങ്ങോട്ടാണ് ഈ ലോകത്തിൻ്റെ പോക്ക്? അല്ലെ, എവിടാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, എത്തീസം ഒരു ഫാഷനായി, ഒരു വലിയൊരു പദവിയായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുടെ നടുക്ക് നിന്നുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നത്. അപ്പം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എന്താണ് നമുക്ക് മേന്മയായിട്ടുള്ളത്? മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ ഇവർ ക്രിസ്ത്യാനികളാണെങ്കിൽ ഇവർക്ക് ഇന്ന ഗുണങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നവർ പറയണം. മഹാത്മാഗാന്ധിയെ തന്നെ ഒരുപാട് പറഞ്ഞോട്ടെ, മഹാത്മാഗാന്ധിക്ക് ക്രിസ്ത്യാനിറ്റി ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ക്രിസ്ത്യാനികളെ കണ്ട് മതിയായിട്ടാണ് അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കാഞ്ഞതെന്നാണ് പറയുന്നത്. ഇന്നും നമ്മളിവിടെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവർ എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതം എപ്രകാരമാണ്? ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞ ആളുടെ കാര്യം ഞാനും പറയണമെന്ന് ഓർത്തതാണ്. ജമീമ റോഡ്രിഗസ്, അല്ല നിങ്ങൾ കേട്ടോ? ഇന്നലെ 12 മണി, ഇന്നത്തെ പേപ്പറിലാണ്, ഇന്നലെ 12 മണി കഴിഞ്ഞിട്ടാണ് ഈ വുമൺ ഓഫ് ദി മാച്ചായിട്ട് പുള്ളിക്കാരത്തെ സെലക്ട് ചെയ്യുന്നതും. അവരപ്പോൾ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അവിടെ നിന്നതേ ഉള്ളൂ, യേശു എനിക്ക് വേണ്ടി ചെയ്തു എന്ന്. എന്തൊരു വലിയ ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത് ആണത്, അല്ലേ? അവിടെ നിന്ന് ആ കുട്ടി പറയുകയാണ്, ഇന്ന് ലോകം മുഴുവൻ അപ്രിസിയേഷന് വേണ്ടി ഓടി നടക്കുകയാണ്. ആ മോള് നല്ല മിടുക്കിയാണ്, മോൻ നല്ല മിടുക്കനാണ്. ഇത് മാത്രം കേട്ടാൽ മതി, ഒരു ക്രിറ്റിസിസം പോലും നമുക്കിന്ന് കേൾക്കാൻ ആഗ്രഹമില്ല. അവിടെ ഈ കൊച്ചു പറയുകയാണ്, ഞാൻ അവിടെ നിന്നതേ ഉള്ളൂ. ഏറ്റവും മഹത്തരമായ രീതിയിൽ കളിച്ച് ജയിച്ചു വന്ന കുട്ടി പറയുകയാണ്, ദ ക്രെഡിറ്റ് ഗോസ് ടു ഗോഡ്, അല്ലേ? നമ്മൾ വണ്ടിയിൽ എഴുതി വെക്കും, നോട്ട് ഓൺ അവർ മെറിറ്റ്സ് ബട്ട് ബൈ ഹിസ് ഗ്രേസ്. നമ്മുടെ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറയും, അല്ലേ? എന്നിട്ട് ഈ വണ്ടിക്കകത്ത് ആരെങ്കിലും ഒന്ന് കയറ്റാമോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഓ ചള്ളയാവും, അല്ലേ? മഴക്കാലമാ ചള്ളയാവും. അങ്ങനല്ല, നമുക്ക് ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കണം. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ പറയട്ടെ, എന്നെ എൻ്റെ പള്ളിയിൽ അറിഞ്ഞിരുന്നത് പ്രാർത്ഥിക്കുന്ന അപ്പച്ചൻ്റെ കൊച്ചുമോളെന്നാണ്. എൻ്റെ അപ്പച്ചൻ 92-ാം വയസ്സിൽ മരിക്കുമ്പോഴും അപ്പച്ചൻ പറയുന്നൊരു കാര്യമുണ്ട്, മോളെ, പൈതൽ പ്രായം വരെ ഇന്ന് വരെ എന്നെ നടത്തിയ ഒരു ദൈവം ഏത് പ്രതിസന്ധിയിലും നിന്നെ നടത്താൻ ശക്തനാണ്. ഇന്ന് എൻ്റെ അപ്പച്ചൻ എൻ്റെ കൂടെ ഇല്ലെങ്കിലും അപ്പച്ചൻ ഈ പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ എപ്പോഴും ഓർക്കും, പൈതൽ പ്രായം മുതൽ ഇന്നുവരെ എന്നെ നടത്തിയ ദൈവം ഇനിയും നടത്താൻ മതിയായവനാണ്.
ഈ അന്ന സെബാസ്റ്റ്യൻ്റെ കാര്യം ഞാൻ പറഞ്ഞതും അതിനാണ്. ചിലതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലേ. വിശ്വാസം പകർന്നു കൊടുക്കുന്നത് ഔട്ട് ഓഫ് ഫാഷൻ അല്ല. കുഞ്ഞ്, നീ വേദപുസ്തകം വായിച്ചോ എന്ന് കുഞ്ഞിനോട് ചോദിക്കുന്നത് ഔട്ട് ഓഫ് ഫാഷൻ അല്ല. നീ ഇന്ന് പ്രാർത്ഥിച്ചോ എന്ന് ചോദിക്കുന്നത് ഔട്ട് ഓഫ് ഫാഷൻ അല്ല. എവിടെയെങ്കിലും കുഞ്ഞിനെ പറഞ്ഞു വിടുമ്പോൾ നീ ബൈബിൾ എടുത്തോ എന്ന് ചോദിക്കുന്നത് ഔട്ട് ഓഫ് ഫാഷൻ അല്ല. മൊബൈലിലെ ബൈബിൾ അല്ല. ഈ ബൈബിളൂടെ വെക്കാനുള്ള സ്ഥലം അവരുടെ പെട്ടിയിൽ ഒരച്ചാറ് കുപ്പി മാറ്റിയാലും തരക്കേടില്ല. നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന പ്രിഫറൻസുകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സങ്കടകരമായ കാര്യമാണ്. ഒരു ഗൗരവവും നമുക്ക് തോന്നുന്നുമില്ല. എന്ത് ലാഘവത്തോടെയാണ് നമ്മൾ പറയുന്നത്, അവനിപ്പം പള്ളിയിലൊന്നും വരുത്തില്ല അച്ഛാ, ഈ കുഞ്ഞിനെ ജനിച്ചപ്പം നിന്റെ കയ്യിൽ കിട്ടിയതല്ലേ, ഇന്ന് 18 വയസ്സ് കഴിഞ്ഞ് അവൻ വരുന്നില്ലെന്ന് ആ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നീയല്ലേ ചെറുപ്പം മുതൽ ഇതുവരെ വളർത്തിയത്. നമുക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും അവനിപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ലെന്ന്? ഞാൻ ഒന്നും മാറുന്ന സാഹചര്യങ്ങളെ ഒന്നും അതിന് നേരെ മുഖം മറച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ കൊടുക്കേണ്ട ചില പാഠങ്ങൾ നമ്മൾ കൊടുക്കണം. യേശുവിനെ ആരാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി എക്യുപ്പ് ചെയ്തത്? ഞാൻ പറയും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു അല്ലേ, പിതാവായ ദൈവത്തിൻ്റെ വഴിനടത്തലുണ്ടായിരുന്നു. മറിയയാണ് യേശുവിനെ എക്യുപ്പ് ചെയ്തത് അല്ലേ. യേശുവിൻ്റെ അമ്മ മറിയ. കാനാവിലെ കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചു, യേശുവിനെയും ശിഷ്യന്മാരെയും വിളിച്ചു. അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് മറിയ അറിഞ്ഞിട്ട് മറിയ എന്ത് ചെയ്തു? മകനോട് പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ ചെയ്തു കൊടുക്കണം. അപ്പം യേശു പോലും പറയുന്നുണ്ട്, എൻ്റെ നാഴിക വന്നിട്ടില്ല, ഇപ്പം ഞാനൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ല. പക്ഷേ മറിയയാണ് പറയുന്നത്, മകനെ നിൻ്റെ ഇടപെടൽ ഇവിടെ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിസ്സംഗതയുടെ ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. 5 സ്റ്റാറിൻ്റെ ഒരു പരസ്യം നിങ്ങളൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ 5 സ്റ്റാർ തിന്നുന്നു, ഒരു അമ്മച്ചിയുടെ മേളിലേക്ക് ഒരു സാധനം വന്ന് വീഴാനായിട്ട് തുടങ്ങുന്നു. ഇവൻ കണ്ടുകൊണ്ട് നിൽക്കുന്നു, പക്ഷേ ഭാഗ്യവശാൽ അവനൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവർ രക്ഷപ്പെടുന്നു. പരസ്യത്തിൻ്റെ അവസാനം പറയുന്നു, 5 സ്റ്റാർ കഴിക്കൂ, ഒന്നും ചെയ്യാതിരിക്കൂ അല്ലേ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. ഇതാണ് ഇന്നത്തെ തലമുറ ചെയ്യുന്നത്. ഒന്നും ചെയ്യത്തില്ല, നിസ്സംഗതയാണ്. ആ നിസ്സംഗതയുടെ മുഖത്താണ് മറിയ നമുക്ക് നൽകുന്ന പാഠം. കുഞ്ഞെ, നിന്റെ ഇടപെടൽ ഇവിടെ ആവശ്യമാണ്. സ്കൂളിലേക്ക് ലഞ്ച് ബോക്സും ടിഫിനും കൊടുത്തു വിടുമ്പോൾ നമ്മൾ പറയും, നമ്മൾ വളരെ കഷ്ടപ്പെട്ട് രാവിലെ ഉണ്ടാക്കി ആർക്കും കൊടുക്കാതെ മൊത്തം കഴിച്ചോണം അല്ലേ. ആപ്പിൾ കട്ട് ചെയ്ത് വെക്കുമ്പോൾ പറയും 300 രൂപ കിലോ, ഒറ്റ പീസും ആർക്കും കൊടുക്കരുത്. എന്നിട്ട് നമ്മൾ പറയും കുഞ്ഞിന് നിസ്സംഗതയാണെന്ന്. കുറേ കഴിയുമ്പോൾ ഈ നിസ്സംഗത കാണിക്കാൻ പോകുന്നത് നമ്മളോട് തന്നെ ആണ്. അപ്പോൾ നമ്മൾ എന്ത്, ഈ നിസ്സംഗത അല്ലേ നമ്മളിപ്പോൾ അങ്ങ് നോർമലൈസ് ചെയ്യണം ഇൻഡിഫറൻസിനെ. ഓ, അവനൊന്നും അറിയത്തില്ലെന്നേ, അവനൊന്നും ചെയ്യാൻ അറിയത്തില്ല. എന്തൊരു പ്രൊട്ടക്ഷനാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ ഇത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു തലമുറ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അല്ലേ. നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം. നമുക്കറിയാം, ഈ ചെറിയ കാറ്റർപില്ലർ അതാണ് പിന്നീട് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്, ചിത്രശലഭമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ പുഴുവായിട്ട് ഇതിങ്ങനെ നടക്കും, അത് കഴിഞ്ഞിട്ട് ഇത് കൊക്കൂണിൽ ആകും. എന്നിട്ട് ഈ കൊക്കൂണിൽ നിന്ന് ഇത് പുറത്തു വരും. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഒരു ദിവസം ഒരു കൊച്ചു ബാലൻ ഇതിങ്ങനെ നോക്കിയപ്പം ഈ കൊക്കൂണിൽ നിന്ന് വെളി വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ ഭയങ്കര പ്രയാസപ്പെട്ടാണ് അത് വരുന്നത്, ഇങ്ങനെ ഞെളിഞ്ഞല്ലേ. അപ്പോൾ ഈ കുഞ്ഞിന് ഭയങ്കര സങ്കടം തോന്നിയിട്ട് ഈ കുഞ്ഞ് ഈ കൊക്കൂൺ അങ്ങ് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബട്ടർഫ്ലൈ വെളി വന്നു. പക്ഷെ അതിൻ്റെ ഒരു ചിറക് മാത്രമേ രൂപപ്പെട്ടുള്ളൂ, മറ്റേ ചിറക് രൂപപ്പെട്ടില്ല. ഈ കഷ്ടതയിൽ കൂടെ വന്നാൽ മാത്രമേ അതിന് ഈ ലോകത്ത് പറക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കുഞ്ഞിനത് മനസ്സിലായില്ല. പലപ്പോഴും മാതാപിതാക്കളെ നമ്മൾ സഹായിക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നതെല്ലാം അവരെ ഈ ലോകത്തിന് കൊള്ളാത്തവരായി മാറ്റുകയാണ്. ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യണ്ട, ഒത്തിരി സമ്പാദിച്ചു വെക്കണ്ട. നമ്മൾ കുഞ്ഞുങ്ങളോട് കൊടുക്കാൻ പഠിപ്പിക്കണം. നിനക്കും നിൻ്റെ തലമുറയ്ക്കുമുള്ളത് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും, ആർക്ക് വേണം അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വായിച്ചു, എത്രയോ കോടികളാണ് ആർക്കും വേണ്ടാതെ ബാങ്കിൽ. നിർമ്മല സീതാരാമൻ പറയാണ്, വരൂ നിങ്ങളുടെ പൈസ എടുത്തുകൊണ്ട് പോകൂ. കോടികൾ കിടക്കുമ്പോൾ പട്ടിണി കിടക്കുന്ന എത്ര പേർ നമ്മുടെ ചുറ്റും ഉണ്ട്. സ്വരൂപിച്ച് വെച്ച് എനിക്കും അല്ലേ. പണ്ട് നമ്മളെ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ
പുള്ളി വലിക്കുന്ന പോലെ എനിക്കും എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും, എനിക്കും എൻ്റെ അപ്പനും. കൂടത്തായി ജോളി മറന്നോ? ഇല്ല. ആരെയാ കൊന്നേ? അമ്മായിപ്പനല്ല, 6 വീട്ടുകാർ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട 6 പേരെ ഒരു കരുണയുമില്ലാതെ കൊന്നു. എങ്ങനെയാ കൊന്നേ? ആരും അറിയാത്ത രീതിയിൽ ചെറിയ ചെറിയ ഡോസുകൾ ഭക്ഷണത്തിൽ കലക്കി കൊന്നു. ഗ്രീഷ്മ അല്ലേ, അതും കുറച്ച് നാൾ മുമ്പ്. കഷായം അല്ലേ, പെട്ടെന്ന് നമുക്കറിയാം. സ്വന്തം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആളിനെ വിഷം നൽകി കൊന്നു. കരുണയില്ലാത്ത ഈ ലോകത്ത് കരുണയുടെ പാഠങ്ങൾ നൽകുന്ന കുടുംബങ്ങളാകാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിന് ആ ഒരു വിളി നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ഞാൻ ആദ്യമേ പറഞ്ഞു, സ്നേഹിക്കാൻ, മനസ്സിലാക്കാൻ. ഇവിടെ ഒന്നുകൂടെ പറയട്ടെ, കരുണയുടെ കളരികളാകുന്ന കുടുംബങ്ങളാകാനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. മരണ വീടുകളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. രോഗികളെ കാണാൻ പോകുമ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. എന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ജോലിയുള്ള, ഇപ്പോൾ ഇവിടെ ഗ്രാൻഡ് പേരൻസ് ആണെന്ന് പറയും, നിങ്ങളുടെ മക്കൾ പുറത്ത് ജോലിയുള്ളവരുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്ത് പ്രയാസത്തിലിരിക്കുന്ന ഒരാളുടെ കാര്യം ഈ മക്കളെ വിളിച്ച് പറയണം. മോനെ, ഇങ്ങനെ ബുദ്ധിമുട്ടിലുള്ള ഒരാൾ നമ്മുടെ അടുത്തുണ്ട്. കരുണയെപ്പറ്റി സംസാരിക്കണം, സഹാനുഭൂതിയെപ്പറ്റി സംസാരിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് കരുണയുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ലോകത്ത് നടന്നിട്ടുള്ള വലിയ അത്ഭുതം എന്താണെന്നറിയാമോ? എന്താണ് വലിയ അത്ഭുതം? നമ്മൾ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ ഒരു അത്ഭുതം നടക്കുമെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആകാശത്തോട് നോക്കും അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുന്നു അല്ലേ, അങ്ങനെയൊക്കെയുള്ള വലിയ എന്തോ സംഭവമാണ് നമ്മൾ അത്ഭുതം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ, നമ്മൾ ഓരോരുത്തരും ഓരോ കൊച്ചു കൊച്ചു അത്ഭുതങ്ങളായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. എങ്ങനെയാണ് നമുക്ക് അത്ഭുതങ്ങളാവാനായിട്ട് സാധിക്കുന്നത്? ഈ കരുണയില്ലാത്ത ലോകത്ത് കരുണ കാണിക്കുമ്പോൾ, ആരും സംസാരിക്കാനില്ലാത്ത സമൂഹത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുമ്പോൾ, ഹൃദയത്തിൽ തട്ടി നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ, യഥാർത്ഥ കൺസേൺ ഒരു മനുഷ്യനെ പറ്റി നമ്മൾ കാണിക്കുമ്പോൾ, അപ്പോഴൊക്കെയാണ് നമ്മൾ അത്ഭുതങ്ങളായി രൂപാന്തരപ്പെടുന്നത്. ഈ യേശു നമ്മളെ വിളിക്കുന്നതും അങ്ങനെ തന്നെയാണല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, യേശു ചെയ്ത അത്ഭുതങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത് ചെറിയ ചെറിയ ആളുകളാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ ആരാണ്? ആ വെള്ളം കോരിക്കൊണ്ടുവന്ന ആളുകൾ, ബാല്യക്കാർ. അവരാണ് വിശ്വാസത്തോടെ കൊണ്ട് കൊടുത്തപ്പോഴാണ് അത് വീഞ്ഞായതായി അറിയുന്നത്. അങ്ങനെയാണ് അത്ഭുതം സംഭവിക്കുന്നത്. 5 അപ്പവും 2 മീനും കയ്യിലുണ്ടായിരുന്ന ബാലകൻ, അവൻ ഈ അപ്പം പങ്കിടാൻ സന്നദ്ധത കാണിച്ചതാണ് അന്ന് അത്ഭുതത്തിന് കാരണമായി മാറിയത്. ഇന്ന് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓട്ടപ്പാച്ചിലാണ് നമ്മളെല്ലാവരും അല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയും അച്ചീവ് ചെയ്യണം, 1 മാർക്ക് കുറഞ്ഞാൽ പറയും അല്ലേ, അതിൻ്റെ കാലം കഴിഞ്ഞവരാണെന്ന് തോന്നുന്നു. മാർക്ക് കുറയുക, അല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ എണ്ണം അല്ലേ, 6 ഫിഗർ സാലറി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. മോന് 8 ലക്ഷമാ, 10 ലക്ഷം രൂപയാ സാലറി എന്നൊക്കെ പറയുന്നത്, അങ്ങനെയാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത്. എന്നാൽ ഈ ചോദ്യത്തിനോട് ചേർത്ത് വെച്ച് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ബോബി ജോസ് അച്ഛൻ്റെ ഒരു ചോദ്യമാണ്, ബോബി ജോസ് കട്ടിക്കാട് അച്ഛൻ പറയുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം നിങ്ങൾ അളക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം, ഹൗ ഫാർ യു ട്രാവൽഡ് ഇൻ ദ പാത്ത്. ലോകത്താണ് നാം ആയിരിക്കുന്നത്. കരുണയ്ക്കായി വിളിക്കുന്ന അനേകർ നമ്മുടെ കുടുംബത്തിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളുടെ ജീവിത പങ്കാളികൾ, ഇവരെല്ലാം കരുണയ്ക്കായിട്ട് വിളിക്കുന്നു. എന്താ കരുണ? നമ്മൾ കാട്ടേണ്ട സ്നേഹം, നമ്മൾ കാണിക്കേണ്ട അനുകമ്പ, നമ്മളുടെ സമയം. ഈ കരുണയ്ക്കായിട്ട് ഇവർ വിളിക്കുമ്പോൾ ഒന്ന് നിന്ന് കരുണ കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. സ്നേഹിക്കപ്പെടാൻ, സ്നേഹിക്കാൻ, സ്നേഹിതയായി ജീവിക്കാൻ, കരുണ കാണിക്കുവാൻ, ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്ന ആളുകളോട് നിന്നെ എനിക്ക് മനസ്സിലാകുമെന്ന് ഹൃദയത്തിൽ തട്ടി പറയുവാൻ, ചെറിയ ചെറിയ അത്ഭുതങ്ങളായി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കുവാൻ. പ്രിയ സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്ന് കേട്ട ഈ വചനങ്ങൾ അതിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.